കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സീസൺ ഓഫ് മെറി. കവിതയുടെ പുതിയ ആഭരണ ശ്രേണിയായ ഗ്ലാം 18 റോസ് ഗോൾഡ് ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ലോഞ്ച്. ഓഫറിന്റെ ഭാഗമായി ഒരു ഭാഗ്യശാലിക്ക് ബമ്പർ പ്രൈസായി ഒരു മാരുതി സ്വിഫ്റ്റ് ഡിസയർ കാറും 5 ഭാഗ്യശാലികൾക്ക് ഗൃഹോപകരണങ്ങളും സമ്മാനം. ഫെസ്റ്റിവലിന്റെ ഭാഗമായി എല്ലാ ആഭരണ ശ്രേണികൾക്കും ആകർഷകമായ ഡിസ്കൗണ്ട്. ഈ ഓഫർ ഡിസംബർ 15 മുതൽ ഫെബ്രുവരി 15 വരെ മാത്രം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയും പെരിങ്ങോട്ടുകുറിശി ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സംയുക്തമായി നടത്തിയ കാരുണ്യ വിപ്ലവം വിജയകരമായതിന്റെ തുടർച്ചയായി പൂക്കോട്ടുകാവിൽ ചികിത്സാ ധനസഹായ വിതരണം നടത്തി. സൗമ്യ കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടന്ന ചികിത്സാ സഹായ വിതരണം VK ശ്രീകണ്ഠൻ MP ഉദ്ഘാടനം ചെയ്തു. ചികിത്സാ സഹായ നിധിയിലൂടെയും മറ്റും ഉൾപ്പെടെ ആകെ സമാഹരിച്ച 1,29,00,000 രൂപയിൽ ഗോകുൽ കൃഷ്ണയുടെ ചികിത്സയ്ക്കും പൂക്കോട്ടുകാവ് പഞ്ചായത്തിലെയും ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തികച്ചും അർഹരായ രോഗികളെയും കണ്ടെത്തിയാണ് തുക ചിലവഴിച്ചത്. രോഗദുരിതം അനുഭവിക്കുന്ന തികച്ചും നിർധനരായ 269 രോഗികൾക്കാണ് ചികിത്സാ സഹായം ചെക്കായി നൽകിയത്. 25 ലക്ഷത്തിലേറെ രൂപയാണ് പൂക്കോട്ടുകാവിൽ ബക്കറ്റ് വിപ്ലവത്തിലൂടെ മാത്രം ഒരു ദിവസം സമാഹരിച്ചത്. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്തിലെ മുഴുവൻ സുമനസ്സുകളെയും ദയയുടെ അഭ്യുദയകാംക്ഷികളെയും പങ്കെടുപ്പിച്ച് 6 മണിക്കൂർ നീണ്ട കാരുണ്യ വിപ്ലവം സംഘടിപ്പിച്ചത് പൂക്കോട്ടുകാവിന് പൊൻതൂവലായി മാറുകയുണ്ടായി. അവയവം മാറ്റിവെച്ച 15 രോഗികൾക്കുള്ള മരുന്ന് വിതരണവും നടത്തി. 21 ദയാഭവനങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ 10 വർഷ കാലയളവിൽ ദയ നിരവധി മാതൃകാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്. ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് സ്ഥാപക ചെയർമാൻ EB രമേശ് അധ്യക്ഷനായി. പൂക്കോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P ജയശ്രീ, പ്രചോദന പ്രഭാഷകൻ ഗണേഷ്, കൈലാഷ് തുടങ്ങിയവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. ജീവിതശൈലി രോഗം എന്ന് പറഞ്ഞത് എനിക്ക് ആ കോവിഡ് കാലം ഓർമ്മ വരുന്നത് അല്പം മരുന്ന് സൗജന്യമായിട്ട് കൊടുക്കാമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ മരുന്നിന് ആവശ്യപ്പെട്ടുള്ള ഒരു പ്രവാഹമായിരുന്നു എൻ്റെ ഓഫീസിലേക്ക്. കാരണം എന്താ അറിയോ, മിക്കവാറും പേർക്ക് അസുഖമുണ്ട്. അസുഖം എന്ന് പറഞ്ഞത് ചികിത്സിക്കണം, പക്ഷെ അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. അസുഖം മൂർച്ഛിച്ച അവസ്ഥ എത്തിയിട്ടാൽ നമ്മൾ പരിശോധിക്കുക, അപ്പോഴേക്കും കാര്യങ്ങൾ കൈവിട്ട് പോയിണ്ടാവും. ഇപ്പോൾ ലക്ഷങ്ങളും കോടികളാണ് ഇപ്പോൾ ചികിത്സയ്ക്ക് വേണ്ടത്. അത്യാധുനിക ചികിത്സാ സൗകര്യമുണ്ട്, എല്ലാറ്റിനും മരുന്നും ചികിത്സയുണ്ട്. പക്ഷെ അവിടേക്ക് എത്താൻ പാവപ്പെട്ട ആളുകൾക്ക് കഴിയില്ലല്ലോ. അപ്പോൾ ഒരാൾ ചികിത്സ തേടി ആശുപത്രി പോകാൻ തുടങ്ങിയ ആ വീടിൻ്റെ കാര്യം പരിതാപകരമായി അദ്ദേഹം ആ കുടുംബനാഥനോ അല്ലെങ്കിൽ കുടുംബത്തിലെ അംഗമോ നിര്യാതനാകുമ്പോൾ ആ വീട് പോലും വിറ്റ് അവർ കടം വീട്ടേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും. അതിഭീകരമായ ഒരവസ്ഥയാണ് ചികിത്സാ ചെലവ്. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ ഞാൻ നിങ്ങൾക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് തരികയാണ്. ആരോഗ്യമായിട്ടുള്ള എല്ലാവരും ഒരു 3 മാസം കൂടുമ്പോൾ നമുക്ക് സൗകര്യങ്ങളുണ്ട്, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ട്, നിരവധി സർക്കാരിൻ്റെ സംവിധാനങ്ങളുണ്ട്, സൗജന്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു പരിശോധന 3 മാസം കൂടുമ്പോൾ നടത്തണം. കൂടുതൽ പേർക്ക് അസുഖം വരാതിരിക്കട്ടെ, അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് നമുക്ക്. വന്നു കഴിഞ്ഞ് ചികിത്സ അതികഠിനമാണ്. അതുകൊണ്ട് വരാതിരിക്കാനുള്ള ശ്രദ്ധ നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നുണ്ടാകണം.